അതെ, SI സാർ അകത്തേക്ക് വിളിക്കുന്നു. വാ, പേടിക്കണ്ട, വാ. ഈ സ്ത്രീയെ പരിചയമുണ്ടോ അമൃതയ്ക്ക്? ഇവരാ സർ ബസ്സിൽ എന്റെ അടുത്തിരുന്നത്. മാത്രമല്ല, ഇവളാണെന്ന് സ്റ്റേഷനിൽ വന്നപ്പോ അമൃതയ്ക്കെതിരെ ഏറ്റവും കൂടുതൽ സംശയം പറഞ്ഞതും. അമൃത, ഇവളാണ് ബസ്സിനുള്ളിൽ വെച്ച് മാല മോഷ്ടിച്ചതും പിടിക്കപ്പെടുമെന്നായപ്പോൾ അത് അമൃതയുടെ ബാഗിലിട്ടതും. ഇന്ന് വൈകിട്ട് ഇവൾ മറ്റൊരു ബസ്സിൽ നടത്തിയ മോഷണ ശ്രമത്തിനിടയിൽ കൈയോടെ പിടിക്കപ്പെടുകയായിരുന്നു. രാവിലെ ഇവിടെ വെച്ച് കണ്ട മുഖപരിചയം വെച്ച് വേണ്ട രീതിയിലൊന്ന് ചോദ്യം ചെയ്തപ്പോഴാ അമൃതയുടെ ബാഗിൽ മാലയിട്ട കാര്യം ഇവൾ സമ്മതിച്ചത്. എന്തിനാ എന്നെ കളിയാക്കിയത്? അങ്ങോട്ട് പറഞ്ഞു കൊടുക്കടി. എനിക്ക് രക്ഷപ്പെടാൻ അതേ മാർഗം ഉണ്ടായിരുന്നുള്ളൂ. അയ്യോ അയ്യോ, എന്റെ മാല കാണുന്നില്ല. അയ്യോ, എന്റെ മാല കാണുന്നില്ല. എന്റെ മാല 3 പവന്റെ മാലയായിരുന്നു. അതെ, വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിട്. കള്ള വണ്ടി തന്നെ ഉണ്ടാവും. അയ്യോ, വണ്ടി എടുക്കല്ലേ. എന്നെ ഇവിടെ ഒന്ന് ഇറക്കി വിടാമോ? എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്തിന്റെ പേരിലാണെങ്കിലും നിങ്ങൾ കാണിച്ച ചതിക്ക് ഇന്നേ നിമിഷം വരെ ഞാൻ അനുഭവിച്ച അപമാനത്തിനും മനപ്രയാസത്തിനും കണക്കില്ല. ഈശ്വരാനുഗ്രഹവും എന്റെ അനിയത്തിമാരുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രം എന്റെ നിരപരാധിത്വം തെളിഞ്ഞത്. മേലിൽ ആരോടിങ്ങനെ ചെയ്യരുത്. ആവതുണ്ടല്ലോ അധ്വാനിച്ച് ജീവിക്കാൻ. ഇനി എനിക്ക് പോകാലോ സർ? സോറി അമൃത, നിയമത്തിന്റെയും തെളിവുകളുടെയും പിന്നാലെയാണ് പോലീസ് നീങ്ങുന്നത്. ചിലപ്പോ നിരപരാധികളെ സംശയിക്കേണ്ടിയും ശിക്ഷിക്കേണ്ടിയും വരും. ക്ഷമിക്കണം. സർ, അപ്പൊ ഞങ്ങൾ ഇനി ഇവിടെ ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നാളെ തീർക്കാം. ഇപ്പോ അമൃത വീട്ടിലേക്ക് വെക്കോ. താങ്ക് യു സർ. വാ. ഇവളെ ലോക്കപ്പിലേക്ക് മാറ്റ്. നടക്കടി അങ്ങോട്ട്. ആരും സഹായിക്കാനില്ലാത്ത എനിക്ക് വേണ്ടി ഇത്രയും നേരം. അതെ, നന്ദി പറയാനാണ് ഉദ്ദേശമെങ്കിൽ വേഗമായിക്കോട്ടെ. നേരെ ഉരുട്ടി മഴ വരാൻ സാധ്യതയുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അല്ലെങ്കിൽ അത് വേണ്ട, സാഷ്ടാംഗം വീണിട്ട് എന്റെ കാല് പിടിച്ചാലും മതി. ഞാനൊരു കോട്ടേജ് വാങ്ങിച്ചിട്ടുണ്ട്. മനോഹരമായ പ്രകൃതി അനുഗ്രഹിച്ച സ്ഥലമാണ്. അനഘ ഫ്രീ ആണെങ്കിൽ നമുക്ക് അവിടെ വരെ ഒരു ട്രിപ്പ് പോയാലോ?
കോട്ടേജും പരിസരവും ഒക്കെ ഒന്ന് കാണാം, അത്രേ ഉള്ളൂ. മഴക്കാലം അല്ലേ, കമ്പിളി പുതയ്ക്കാൻ മാത്രം തണുപ്പുണ്ടവിടെ. പോയേക്കാൻ ഡോക്ടർ. കാര്യമായിട്ട് പറയണോ? പിന്നല്ലാതെ പോ. കൂടെ ഡോക്ടറുടെ ഭാര്യയും മോളെയും കൂടി ഒന്ന് വിളിച്ചോ. എനിക്കൊരു കൂട്ടാവുമല്ലോ. ഒരുപാട് തണുപ്പത്ത് ഇറങ്ങി നിൽക്കല്ലേ ഡോക്ടറെ, ചിലപ്പോഴേ ബ്ലഡ് ക്ലോട്ട് ആവും. നീണ്ടു നിവർന്ന മരക്കഷ്ണം പോലെ വിറങ്ങലിച്ച് കിടക്കുമ്പോ പുതയ്ക്കാൻ കമ്പിളി വേണ്ടി വരില്ല. വെള്ള പുതച്ച് കിടക്കുമ്പോ എന്തിനാ കമ്പിളി? ഹായ് ചേട്ടാ. എന്താ പതിവില്ലാത്തൊരു ഹായ് പറച്ചിൽ? അല്ല, ഒരു മര്യാദ. ആ, ഇതുവരെ ഇല്ലാത്ത മര്യാദയൊന്നും ഇനി കാണിക്കാൻ നിൽക്കണ്ട. മോള് പോയി ക്യാഷിലിരിക്കെ. ചെല്ല് ചെല്ല് ചെല്ല്. വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഞാൻ. ആണോ? ഇത് നേരത്തെ അറിഞ്ഞത് ഞാൻ വരായിരുന്നേനെ. കഴിക്കല്ലേ? ആ, കഴിക്കാതെ പിന്നെ. ഇത് കാഴ്ച ബംഗ്ലാവൊന്നുമല്ലോ, ഹോട്ടൽ പഞ്ചരത്നം ആണല്ലോ. അതിരെ ഇവിടെ അല്ലേ ഇട. അഖിലേ, ഇന്നത്തെ ക്യാഷിൽ ഒരു 10,000 രൂപ മാറ്റി വെച്ചേക്കണേ. പച്ചക്കറി മാർക്കറ്റിൽ കൊടുത്തുവിടാനാ. അല്ല ചേച്ചി, ഇയാൾ എന്തൊരു മനുഷ്യനാ. ദേഷ്യം വരുന്നുണ്ട് എനിക്ക്. ഗുണത്തിനും പറ്റില്ല, ദോഷത്തിനും പറ്റില്ല. വെറുതെ അടി. ആതിര പറഞ്ഞ പോലെ അയാളുടെ ഒരു രീതി അത്. ഒന്നും മനസ്സിൽ വെച്ച് പറയുന്നതല്ലത്. ഇന്നലെ ചേച്ചിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ? മോളെ, ആഹാരം കഴിക്കുമ്പോ മുന്നിൽ വന്ന് ഇങ്ങനെ സംസാരിക്കരുത്. വായും തുപ്പലെറിയും. ഇന്നും ചോറ് വന്നിട്ടില്ലല്ലോ. കഴിച്ചിട്ട് പോയവരൊന്നും പറഞ്ഞില്ലല്ലോ. അതെന്റെ കുറ്റമല്ല. ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനിയും എന്താ പടച്ചോറായിപ്പോ. അതിന് സാമ്പാറിൽ കായത്തിന്റെ അളവ് കൂടുതലാണ്. അതിന് സാമ്പാർ കഴിച്ചില്ലല്ലോ. മണം കേട്ടാ എനിക്കറിയാൻ പറ്റും. എന്തു കുറ്റം വേണേലും പറഞ്ഞോ. ഞങ്ങള് വഴക്കുണ്ടാക്കണ്ടെന്ന് തീരുമാനിച്ചു. ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടുന്ന് കഴിക്കാം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വിരോധമില്ല. ആതിരെ, ഇവിടെ നിന്നാലേ നോക്കി കൊതിയൂറിയെന്നും പറഞ്ഞ് അതിനും കേൾക്കേണ്ടി വരും. May I? Yes. ഇന്നലെ രാത്രി അഡ്മിറ്റ് ആയി അല്ലേ? ആ, അതെ. താങ്ക്സ്. എത്ര ദിവസമായി പനി തുടങ്ങിയിട്ട്? 2 ദിവസമായി. ആദ്യം അത്ര കാര്യാക്കില്ല, കൂടിയപ്പോഴെങ്ങോട്ട് പോന്നേ. ഒരു ഇഞ്ചക്ഷൻ കൂടിയുണ്ട്. ഇന്നലെ രാത്രിയിൽ വന്ന സിസ്റ്റർ ഇഞ്ചക്ഷൻ നിന്ന് പേടിപ്പിച്ചു കളഞ്ഞു. അവരുടെ മുഖം പോലെ തന്നെ ഭീകരമായിരുന്നു, സൂചി കൊണ്ടുള്ള കുത്തും. പക്ഷേ ഈ മുഖം കണ്ടിട്ട് എനിക്കത്ര പേടിയൊന്നും തോന്നുന്നില്ല. ടീഷർട്ടിന് കൈ ഒരു അല്പം മാറ്റിക്കേ. വേദനിപ്പിക്കോ? എന്തായാലും ഇന്നലെ രാത്രിയിലത്തെ അത്ര ഭീകരമായിരിക്കില്ല, ഉറപ്പ്. ഇനി എന്റെ ചേച്ചിയെ തൊട്ടാലുണ്ടല്ലോ. എന്തിനാ തൊടുന്നത്? നീയൊന്നും ഒരു കാലത്ത് നന്നാവില്ലല്ലോ. എന്തായാലും
ഈ സെറ്റപ്പുകളൊക്കെ കെട്ടിപ്പടുത്തത് കട്ടും മോഷ്ടിച്ചുണ്ടാക്കുന്ന കാശുകൊണ്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ദേ, അനാവശ്യം പറയരുത്. നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ നിങ്ങളുടെ സംസ്കാരാ. വേണ്ടകില്ലേ, നിർത്ത. സംസാരിക്കാൻ നിൽക്കണ്ട. ഒരുത്തിയും സംസാരിക്കണ്ട. ഞാൻ പറയാൻ കാര്യങ്ങള്. പോലീസുകാരൻ മണി അടിച്ചല്ലേടി നീ കേസില്ലാതെ ഇങ്ങോട്ട് ഊരി പോന്നത്. ആ വിദ്യയൊക്കെ നീ നിന്റെ അനിയത്തിമാരെയും കൂടി പഠിപ്പിക്ക്. അവർക്കും ഭാവിയിൽ ഉപകാരപ്പെടും. ഇനി ഒരു അക്ഷരം ഇവിടുന്ന് മിണ്ടിപ്പോരുത്. ഭൂമിയോളെ ക്ഷമിച്ചു ഞാൻ. എന്താടി ക്ഷമ കെട്ടാ അടിക്കോ നീ? എന്നാ അതൊന്ന് കാണണമല്ലോ. അടിക്കടി. നല്ല തള്ളയ്ക്ക് പിറന്നതാണെങ്കി ഒരടി അടിക്കടി തന്നെ. നീ എന്നെ അടിക്കാറായോടി? ഇനി ഈ കൈ ഉയർന്ന മാറി നിക്കടി. മാറി നിക്കാൻ അങ്ങോട്ട്. കയ്യാങ്കളി എന്റെ മക്കളോട് വേണ്ട. വില പോലെന്ന് മനസ്സിലായല്ലോ. വിളിച്ചോണ്ട് പോകുന്നുണ്ടോ ഈ നാശത്തിന്? എന്റെ മുന്നിലിട്ടോ എന്റെ ഭാര്യയെ തല്ലിയത് അത് ഞാൻ സഹിക്കില്ല. ഇതിന് ഞാൻ നിങ്ങളെ ഓരോരുത്തരെ അനുഭവിപ്പിക്കും. അച്ഛനും അനുഭവിക്കണോ? കാലാവധി അനുഭവിച്ചതുപോലെ തന്നെ നിങ്ങൾക്കും വേണോ? വേണോന്ന്. ഭാര്യയും വിളിച്ചോണ്ട് വീട്ടിൽ പോകാൻ നോക്കച്ച. അല്ലെങ്കിൽ വന്ന പോലെ തിരികെ പോയെന്ന് വരില്ല. അകത്തുപൊടി. അകത്ത് പോവാൻ വിളിച്ചോണ്ട് പോടി അവളെ. വരുമല്ലേ? നീ ജയിച്ചു എന്ന് വിചാരിക്കണ്ട. ഈ അടി കൊണ്ടത് എന്റെ മുഖത്തല്ല, മനസ്സിലാ. പൂട്ടിക്കും. ഈ പഞ്ചരത്നം പൂട്ടിച്ച് സീല് വെച്ച് 5 എണ്ണത്തിനെയും തെരുവിലാക്കും ഞാൻ. കൊല്ലാവോ മഹേന്ദ്രൻ നിനക്ക്? എന്റെ കരണത്തടിച്ചവളെ പച്ചയ്ക്ക് കത്തിക്കാവോ നിനക്ക്? ചേച്ചി, ഇത് കേസാവും. കേസും കോടതിയൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. അവർ 5 എണ്ണത്തിന്റെ അവസാനം കാണുന്നത് വരെ കിട്ടിയ അടി എന്റെ കവിളത്തിരുന്ന് പൊള്ളും. ചേച്ചി, നമ്മളെ ധൃതി പിടിച്ച് ഒന്നും ചെയ്യരുത്. സഹദേവൻ ഇഷ്ടദാനം കൊടുത്തത് കൂടാതെ 1/2 ഏക്കർ ഭൂമി കൂടി വാങ്ങിച്ചിട്ടുണ്ട് അവര്. അതായത് മൊത്തത്തിൽ പഞ്ചരത്നത്തിന്റെ മതിപ്പ് വില ഒരുപാട് കോടികൾ വരും. അത് നമ്മുടെ കയ്യിലേക്ക് വരണം ചേച്ചി. കൊല്ലുന്നതിനേക്കാൾ നല്ലത് കൈയടക്കുന്നതാ, കൈപ്പിടിയിൽ ഒതുക്കുന്നതാ. ചേച്ചിക്കറിയാലോ, അമൃത എന്റെ ഉറക്കം കെടുത്തിയ പെണ്ണ. അവളെ എനിക്ക് വേണം. പിന്നെ ബാക്കിയുള്ള 4 എണ്ണത്തിനെ വഴിയാതൊരാക്കിയ പോരെ. അത് ഞാൻ ഏറ്റു. ഏറ്റാ പോരാ, ചെയ്യണം. കൊന്നു കൊല വിളിക്കണം 4 എണ്ണത്തിനെ. എന്നിട്ട് നീ കെട്ടി കൂടെ പൊറിപ്പിച്ച് എന്റെ കാൽ കീഴിൽ കൊണ്ടുവന്നിടണം അമൃതേ. അപ്പോ ഒരു തുടല് വാങ്ങിക്കും ഞാൻ നിനക്ക്.
അവളെ കെട്ടിയിട്ട് പട്ടിയെപ്പോലെ എച്ചില് തീറ്റിച്ച് വളർത്താൻ. ചേച്ചി ഉദ്ദേശിക്കുന്നത് പോലെയൊക്കെ നടക്കും. പഞ്ചരത്നത്തിൽ കച്ചവടം നടക്കാത്തൊരവസ്ഥ ഞാനുണ്ടാക്കും. അതിന് സെൻട്രൽ കമ്മിറ്റിയിൽ വരെ സ്വാധീനമുള്ള പൊളിറ്റിക്കൽ കിങ് സുധീഷ് മഞ്ചാടിയുണ്ട് എൻ്റെ കൂടെ. സെൻട്രൽ ടാക്സും സെയിൽ ടാക്സും സ്റ്റേറ്റ് ടാക്സും ഒക്കെ ആയിട്ട് 5 എണ്ണത്തിനെയും വെള്ളം കുടിപ്പിച്ചോളൂ അയാള്. പക്ഷേ പച്ചനോട്ട് കുറച്ച് കൊടുക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. എത്ര വേണം? എത്ര കാശ് വേണം 5 എണ്ണത്തിന്റെയും ചാവടിയന്ത്രം നടത്താൻ? കാശെറിയേണ്ട സമയത്ത് ഞാൻ പറയാം. ആദ്യം ഒരു പ്ലാനിംഗ് ഉണ്ടാക്കട്ടെ, അത് കഴിഞ്ഞിട്ട് മതി. എന്റെ കവിളത്തടിച്ച ഇരട്ടകളിൽ ഒന്നിനെ എനിക്ക് വേണം, എന്റെ കൈകൊണ്ട് കണക്ക് തീർക്കാൻ. ചേട്ടാ 3 സ്റ്റാർ ഒന്നും അല്ലല്ലോ ഇത്. നല്ല നാടൻ ഊണ് കൊടുക്കുന്ന ഒരു ആവറേജ് ഹോട്ടലല്ലേ. ഇവിടെ വരുന്ന നാട്ടുകാർക്ക് കുറച്ച് എരിവും പുളിയൊക്കെ ജാസ്തി വേണം. ചേട്ടനാ പാകം അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ദേഷ്യവും തോന്നരുത്. കുറ്റം പറയാൻ എളുപ്പമാ, വെറുതെ ഇരുന്നങ്ങ് പറഞ്ഞാ മതിയല്ലോ. ഇത്രയ്ക്ക് പാചകം നിശ്ചയമാണെങ്കിൽ സാറൊന്ന് ചെയ്തു നോക്കിയേ. ഭാസ്കരേട്ടാ, ദയവ് ഇതൊന്നും നടത്ത. അല്ല പിന്നെ അതെ, ഇറങ്ങിപ്പോവാൻ പറയാത്തത് ഒരു കടപ്പാടുള്ളോണ്ടാ. വെറുതെ ശല്യം ചെയ്യാതിരിക്കാവോ? ഇറക്കി വിടണ്ട ചേച്ചി, എന്നും കുറ്റം പറയുന്ന ആളല്ലേ, ഒന്ന് ചെയ്ത് കാണിക്കട്ടെ. ദേ കണ്ടില്ലേ, ഇങ്ങനെ വെല്ലുവിളിച്ച ഞാനെങ്ങനെ അവിയലുണ്ടാക്കാതെ പോവും. അതെ, നിങ്ങൾ എല്ലാരും ഈ അടുക്കളയിൽ തന്നെ നിൽക്കുന്നതിനാ. ഒന്ന് പുറത്തേക്ക് മാറിയുന്നേ, ഞാൻ അവിയലുണ്ടാക്കട്ടെ. ആ ചെല്ലു ചെല്ലു ചെല്ലു, പോ 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 പോ. ആ പോയില്ലേ? ചേട്ടനോടും കൂടെ പറഞ്ഞത്. ആ പോയേ പോയേ. ആഹാ, താങ്കളോട് ഇനി പ്രത്യേകിച്ച് പറയണമായിരിക്കും.
എങ്ങനെയുണ്ട് ചേട്ടാ? കൊള്ളാം. എങ്ങനെ? വളരെ നന്നായിട്ടുണ്ട്. ആ, അതാണ്. അതെ, എന്തൊരു കൈപ്പുണ്യ. എവിടുന്ന് പഠിച്ചു ഇത്ര നന്നായി പാചകം ചെയ്യാൻ? ആഹാരം അമൃതിന് തുല്യാവണം. പാചകം ഒരു കലയാണല്ലോ. പാചകക്കാരൻ ഒരു കലാകാരനും. അവൻ നളനാവണം. നള പാചകം മനസ്സിലുണ്ടാവണം. അല്ല, കഴിക്കുന്നില്ലേ? ഇന്ന് വേണ്ട. ഞാനുണ്ടാക്കിയത് നിങ്ങളാ കഴിക്കേണ്ടത്. പോട്ടെ. മറ്റ് സ്റ്റാഫ്സ് ഒക്കെ എവിടെ? ലഞ്ച് ബ്രേക്ക് അല്ലേ ഡോക്ടർ, കഴിക്കാൻ പോയി. ഓ, എന്താ അനഘ കഴിക്കുന്നില്ലേ? കഴിക്കണം. എന്റെ ക്യാബിനിലേക്ക് വന്നാ നമുക്ക് ഒരുമിച്ചിരിക്കാം. വേണ്ട. വേണ്ട, ഇല്ല എന്നൊക്കെ പറയുന്നത് നെഗറ്റീവ് വേർഡ്സ് ആണ്. ഒരിക്കലെങ്കിലും എന്നോടൊന്ന് എസ്സു പറഞ്ഞു നോക്കൂ. അനഘയുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഡോക്ടർ പ്ലീസ്, ഒരു അത്ഭുതം ആഗ്രഹിക്കുന്നില്ല ഞാൻ. ഇത് എത്ര വട്ടം പറഞ്ഞതാ. ഡോക്ടർ മറ്റുള്ളവരെ കാണുന്ന പോലെ എന്നെ കാണരുത്. ഐ എം ഡിഫറെന്റ്. ആ ഡിഫറൻസ് ആണ് എനിക്ക് ആവശ്യം. മുമ്പ് ഞാൻ പറഞ്ഞിട്ടില്ലേ, അവഗണിക്കും തോറും ആഗ്രഹം കൂടുമെന്ന്. അപ്പോ എന്നെ വെള്ള പുതപ്പിച്ച് കിടത്തുമെന്ന് ഭീഷണിപ്പെടുത്തി. ഞാൻ ആരാ ഡോക്ടർ ഭീഷണിപ്പെടുത്താൻ? ഒരു സാധാരണക്കാരി പെണ്ണാ ഞാൻ. എന്നെ വെറുതെ വിട്ടേക്ക്. വെറുതെ വിടാം. ഇനിയുള്ള പകലുകളിലെല്ലാം അനഘയെ ഞാൻ പൂർണ്ണമായും സ്വതന്ത്രയാക്കാൻ പോവുകയാണ്. പക്ഷേ രാത്രികൾ നിന്നെ ഈ ഹോസ്പിറ്റലിന് വേണം. മനസ്സിലായില്ല. ഇത് മനസ്സിലാക്കാൻ ഇത്ര കൂടുതൽ എന്തിരിക്കുന്നു? നാളെ മുതൽ അനഘയ്ക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. എത്ര കാലമായി ഭാസ്കരൻ പഞ്ചരത്നത്തിൽ പാചകക്കാരനായിട്ട്? ഞാൻ വന്നിട്ട് വർഷം 3 3 വർഷം പണിയെടുത്തിട്ട് നീക്കിയിരിപ്പ് എന്തെങ്കിലും ഉണ്ടോ? മനസ്സിലായില്ലേ? കയ്യിൽ കാശ് വല്ലോ സമ്പാദ്യമായിട്ടുണ്ടോന്ന്. എങ്ങനെ ഉണ്ടാവാനാ സാറേ? അതിന് മാത്രം ശമ്പളമൊന്നും അവർ തരുന്നില്ല. കിട്ടുന്നതാണെങ്കിൽ കുടുംബ ചെലവ് കഴിഞ്ഞ് ബാക്കി ഒന്നും ഉണ്ടാവില്ല. എന്താ സാറേ എന്നെ വിളിച്ചോണ്ട് വന്ന് വരുമാനമൊക്കെ ചോദിക്കാൻ? എന്റെ കൂടെ നിൽക്കാവോ ഭാസ്കരന്? നല്ലൊരു ബാങ്ക് ബാലൻസ് ഞാൻ ഉണ്ടാക്കി തരാം. മനസ്സിലായില്ല. എനിക്ക് കാശ് തന്ന് സഹായിക്കാൻ മാത്രം സാറിന് എന്ത് ബന്ധം എന്നോടുള്ളത്? വെറുതെ ആരെങ്കിലും കാശ് തരുമോ ഭാസ്കര? എനിക്ക് ഭാസ്കരനെ കൊണ്ട് ഒരു ഉപയോഗമുണ്ട്. എന്താ സാറേ കാര്യം? തുറന്നു പറയാം ഭാസ്കര, എനിക്ക് അമൃതയെ കല്യാണം കഴിക്കണം. അതിന് തടസ്സം പഞ്ചരത്ന ഹോട്ടലാ.
അതുള്ളിടത്തോളം കാലം അവള് കാശിന് ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് ഹോട്ടൽ പഞ്ചരത്നം പൂട്ടണം. അമൃത കാശിന് ബുദ്ധിമുട്ടണം. ഒപ്പം പുറത്തിറങ്ങാൻ പറ്റാത്തത്ര നാണക്കേടുണ്ടാവണം. പോലീസ് കേസാവണം. മറ്റൊരു കല്യാണാലോചനയും അവൾക്ക് വരരുത്. നാണം കെട്ട് ജീവിക്കാൻ മാർഗമില്ലാതെ അവളും അനിയത്തിമാരും ബുദ്ധിമുട്ടുമ്പോൾ എനിക്ക് അവതരിക്കണം. അങ്ങനെ അവളെ കല്യാണം കഴിക്കണം. ഇതിനെല്ലാം ഭാസ്കറിന്റെ സഹായം എനിക്ക് വേണം. വെറുതെ വേണ്ട, ചോദിക്കുന്ന പണം തരും. ഞാൻ എന്താ ചെയ്യേണ്ടത് അത് പറ. പഞ്ചരത്നത്തിലെ നാളത്തെ ഉച്ചയൂണിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടാകണം. വിഷോ? പെട്ടെന്ന് കേൾക്കുമ്പോൾ പേടിക്കണ്ട. ഇതൊരാളും അറിയാൻ പോകുന്നില്ല. ഒരിക്കലും ഏത് ലാബിൽ ടെസ്റ്റ് ചെയ്താലും കണ്ടുപിടിക്കാൻ കഴിയാത്ത കെമിക്കലാണ് ഭാസ്കറിന്റെ കയ്യിൽ ഞാൻ തരാൻ പോകുന്നത്. മഹേന്ദ്രൻ എന്താ പറഞ്ഞു വരുന്നത്? കൃത്യമായിട്ട് കാര്യങ്ങൾ പറ. അതായത് പഞ്ചരത്നത്തിലെ പാചകക്കാരൻ ഇന്ന് ഉച്ചയൂണിനുള്ള സാമ്പാറിൽ വിഷം ചേർക്കും. ചുരുക്കം പറഞ്ഞ കഴിക്കുന്നവർക്കെല്ലാം ഭക്ഷ്യവിഷബാധ. കഴിക്കുന്നവരെല്ലാം തട്ടിപ്പോവോ? ഹേയ്, ഇല്ലില്ല. മരിക്കാൻ പാകത്തിലുള്ള വിഷബാധയൊന്നും ആർക്കും ഉണ്ടാവില്ല. ഛർദിയും വയറിളക്കും, അതിനപ്പുറം ഒന്നും സംഭവിക്കില്ല. സംഭവിച്ചാൽ അത് വലിയ കേസാവും. അത് വേണ്ട. അതിനിപ്പുറത്തേക്കുള്ള പോലീസ് കേസൊക്കെ ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. ഫുഡ് സാമ്പിൾ പരിശോധിച്ചാൽ വിഷം ചേർത്താണെന്ന് മനസ്സിലാവുമല്ലോ. ഇല്ലില്ല, അത്ര ഒരു സാധനമാ സാമ്പാറിൽ കലർത്തുന്നത്. എന്താ ചേർത്തതെന്ന് ആർക്കും മനസ്സിലാവില്ല. ആട്ടെ, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ഊണ് കഴിച്ച ആളുകളൊക്കെ ഛർദ്ദിച്ചു തുടങ്ങിയാൽ ഉടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും, പോലീസിൽ അറിയിക്കും. അതൊക്കെ ഒന്ന് കൊഴുപ്പിച്ചെടുക്കണം. കുറച്ച് പാർട്ടിക്കാരെയൊക്കെ കൂട്ടി ഇതൊരു സാമൂഹ്യ പ്രശ്നമാക്കി മാറ്റണം. ഓക്കെ ആണല്ലോ? ഓക്കെ. എങ്കി വാ. ഓക്കെ ആണ് ചേച്ചി. കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ മഹേന്ദ്ര? പറഞ്ഞു. പ്ലാൻ ചെയ്ത സംഭവം നടന്നു കഴിയുമ്പോൾ ഇതൊരു സാമൂഹ്യ പ്രശ്നമാക്കണമെന്ന് പറയുമായിരുന്നു. സുധീഷേ, ആളെ കൂട്ടി ഒരു ജാഥ വേണം. ഒരുപാട് പേരൊന്നും വേണമെന്നില്ല. ഉള്ളവരെ വെച്ച് പഞ്ചരത്നത്തിന്റെ മുറ്റത്ത് ഒരു പിക്കറ്റിംഗ്. അതൊന്ന് വാർത്തയാക്കണം. ആ ഹോട്ടല് പൂട്ടിക്കണം. അഞ്ചെണ്ണവും അന്നം കഴിക്കാനില്ലാതെ എന്റെ മുമ്പിൽ വന്നു നിന്ന് കെഞ്ചണം, യാചിക്കണം. കുറച്ച് ചിലവ് വേണ്ടി വരും. പാർട്ടി സമ്മേളനമൊക്കെ വരുമല്ലേ, സംഭാവന തരും. അതിന് രസീത് വേണ്ട. മഹേന്ദ്ര, പോവാം. ഓക്കെ. പരൽമീനിന് തീറ്റ കിട്ടു കൊടുക്കും പോലെ ചില്ലറക്കാശ് തന്നെ എന്നെ വിലക്കെടുക്കാൻ നോക്കുന്ന കലാവതി, ഞാനൊരു തിമിംഗലമാണെന്ന് നീ വഴിയേ അറിയും. സുമേഷേട്ടൻ വന്നു. സുമേഷേട്ടൻ ഇങ്ങോട്ട് വരില്ലെന്ന് വിചാരിച്ചു ഞങ്ങൾ. അതെന്താ അങ്ങനെ വിചാരിക്കാൻ?
ഞാനിവിടെ വരാതിരിക്കൂ. ഏ? ഇതുവഴിയല്ലേ എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോയത്, എന്നിട്ടൊന്ന് കയറിയില്ലല്ലോ. കൊള്ളാം. എയർപോർട്ടിൽ നിന്ന് ഞാൻ വീട്ടിലെത്തുന്ന സമയവും കാൽക്കുലേറ്റ് ചെയ്തിരിക്കുക എന്റെ അമ്മ. ഇതിനിടയ്ക്ക് ഒരു 5 മിനിറ്റ് വൈകിയാ തീർന്നു. എന്ന് വെച്ച് നിങ്ങളോട് സ്നേഹമില്ലാന്നല്ല, അതല്ലേ ഞാനിപ്പോ ഓടി ഇങ്ങോട്ട് വന്നത്. എന്നാലും വരുന്ന കാര്യം ഒന്ന് വിളിച്ചു പറയായിരുന്നു. അത് മനഃപൂർവ്വ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് ആവട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. എന്തായാലും ഞങ്ങളുടെ മനസ്സൊന്ന് വേദനിച്ചു. ആ സങ്കടങ്ങളൊക്കെ മാറ്റാനുള്ള സാധനങ്ങളുമായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. ചേട്ടാ അകത്തേക്ക് വാ. ഒരുപാടൊന്നും പർച്ചേസ് ചെയ്യാൻ പറ്റിയില്ല. പെട്ടെന്നായിരുന്നു ടിക്കറ്റ് കിട്ടിയേ. പിന്നെ ഇങ്ങോട്ട് പോരാനുള്ള ഒരു ഓട്ടത്തിലായിരുന്നു. എന്നാലും വരവറിയിക്കാത്തതിന്റെ ഒരു പിണക്കം മാറ്റാൻ ഇതൊക്കെ മതിയാവും അല്ലേ? സമ്മാനങ്ങളിലൊക്കെ എന്താ സുമേഷേട്ട കാര്യം? ബന്ധങ്ങളാ വലുത്. നീ ഇങ്ങനെയൊക്കെ പറയുള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആദ്യം നിനക്ക് തന്നെ ഇരിക്കട്ടെ. ദാ